2026 JEE മെയിൻ ഫേസ് 1 January 23 മോർണിംഗ് ഷിഫ്റ്റിലെ കെമിസ്ട്രി ക്വസ്റ്റൻ നോക്കാം. അതിൽ ഇൻറ്റീജർ ടൈപ്പ് ചോദ്യമാണ്, ഓർഗാനിക്കിൽ എന്നുള്ള ചോദ്യമാണ്. കൺസിഡർ ഓൾ ദ സ്ട്രക്ചറൽ ഐസോമേഴ്സ് വിത്ത് മോളിക്കുലർ ഫോർമുല C5H11Br ആർ സെപ്പറേറ്റ്ലി ട്രീറ്റഡ് വിത്ത് KOH aqueous ടു ഗീവ് റെസ്പെക്റ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ്. അപ്പോൾ ടോപ്പിക്ക് പ്രകാരം നമുക്കിവിടെ ചാപ്റ്റർ ഹൈഡ്രോ കാർബണിലെ ഐഡിയ ഐസോമേഴ്സിൻ്റെ ടോപ്പിക്കാണ് വേണം. ഹൈഡ്രോ കാർബൺ അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഐസോമേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ ആവശ്യമാണ്. ഹാലോ ആൽക്കൈൻ ഹാലോ അരീൻസിൽ പഠിക്കുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഐഡിയയും ഇവിടെ ആവശ്യമാണ്. ഒരു ബ്രോമൈഡിനെ അക്വസ് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ബ്രോമിൻ മാറി അവിടെ OH വരും. ഇതാണ് സംഭവിക്കുന്നത്. നമ്പർ ഓഫ് പ്രൊഡക്റ്റ് വിച്ച് ക്യാൻ എക്സിബിറ്റ് ഒപ്റ്റിക്കൽ ഐസോമറിസം ഫ്രം ദ ഫോളോവിങ് ഈസ്. ഓക്കെ, എത്ര പേർക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ എല്ലാ റിയാക്ടൻ്റുകളെയും വരച്ച് നോക്കുക എന്നുള്ളതാണ്. C5H11Br എന്ന് പറയുമ്പോൾ 1 2 3 4 2 5. ഓക്കെ, ഇങ്ങനെ ഒരു റിയാക്ടൻ്റ് ആകാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ടൻ്റ് ആകാം, അതുമല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിയാക്ടൻ്റ് ആകാം. ഇതൊക്കെ നമുക്ക് പോസിബിളി വരാൻ ചാൻസ് ഉള്ള സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. ഓക്കെ, ഇനി അതുമല്ലെങ്കിൽ നമുക്ക് വേറെ ഏതാ വരാൻ പറ്റുക? യു ക്യാൻ ഹാവ് എ സ്റ്റാർട്ടിങ് റിയാക്ടൻ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇനി അതുമല്ലെങ്കിൽ യു ക്യാൻ ഹാവ് ലൈക്ക് ദിസ്. ഇങ്ങനെ പ്രൊഡക്റ്റ് റിയാക്ടൻ്റ് വരാം. ഇനി അതുമല്ലെങ്കിൽ യു ക്യാൻ ഹാവ് റിയാക്ടൻ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ റിയാക്ടൻ്റ് വരാം. അതുമല്ലെങ്കിൽ യു ക്യാൻ ഹാവ് എ റിയാക്ടൻ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ റിയാക്ടൻ്റ് വരാം. ഇത്രയും പോസിബിൾ റിയാക്ടൻ്റുകളുണ്ട്. 3 3 6 2 8 8 പോസിബിൾ റിയാക്ടൻ്റുകൾ നമുക്കിവിടെ വരാം. ഇനി ഞാൻ ഇയാളെ അക്വസ് KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ബ്രോമിൻ മാറി അവിടെ ആര് വരും? OH വരും. ഇപ്പോൾ ഇവിടെ റീഅറേഞ്ച്മെൻ്റ് ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദ പ്രൊഡക്റ്റ് വിൽ ബി ലൈക്ക് ദിസ്. OH ആൻഡ് OH. ഇവിടെ നമ്മളതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു OH, ഇവിടെ ഒരു OH, ഇവിടെ ഒരു OH, ഇവിടെ OH, ഇവിടെ OH. ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാകാം. അപ്പം ഞാൻ ഓരോന്നിലെയും BRനെ മാറ്റി OH ആക്കിയെന്ന് മാത്രം. ഇതിനകത്ത് എത്ര ആൾക്കാർക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. എത്ര ആൾക്കാർക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും? സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദിസ്. ഇവിടെ കൈറാൽ കാർബൺ ഉണ്ടോ? ഡു വി ഹാവ് എ കൈറാൽ കാർബൺ ഇൻ ഹിയർ? നോ, ഇവിടെ നമുക്ക് കൈറാൽ കാർബൺ ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് കൈറാൽ കാർബൺ ഉണ്ട്. സോ ദിസ് എ കൈറാൽ കാർബൺ. ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾ OH, മീത്തൈൽ, ഈ കാണുന്ന വലിയ ഗ്രൂപ്പ് ഇവിടെ ഒരു ഹൈഡ്രജൻ. സോ ദിസ് എ കൈറാൽ കാർബൺ. ഇയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. ഇയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ കാർബണിൻ്റെ 2 സൈഡിലുള്ള ഗ്രൂപ്പുകൾ ഐഡൻറ്റിക്കലാണ്. നോ ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇവിടെ ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. അടുത്ത സെഗ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇയാൾക്ക് നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ? പറ്റും. കാരണം ഈ കാർബണിനെ വെച്ച് നോക്കുമ്പോൾ ഈത്തൈൽ, മീത്തൈൽ, ഇവിടെ ഒരു ബ്രോമോമീത്തൈൽ ആൻഡ് ഹൈഡ്രജൻ. ദിസ് കാർബൺ ഈസ് ഗോയിങ് ടു ബി കൈറാൽ. ഇയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. ഇയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് ഒപ്റ്റിക്കൽ ഐസോമറിസം ഫോർ ദിസ് വൺ? ഇയാൾക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഈ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്, ഇവിടെ നമുക്ക് 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. വാട്ട് അബൌട്ട് ദിസ് വൺ? ഈ കാർബണിൽ ഒരു മീഥൈൽ, ബ്രോമിൻ, ഹൈഡ്രജൻ, ഈ ഗ്രൂപ്പ്. യെസ്, ഈ കാർബൺ ഇവിടെ ഒപ്റ്റിക്കൽ കൈറാൽ കാർബൺ ആണ്. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. ഓക്കെ, ഇറ്റ് ക്യാൻ ഹാവ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഇവിടെ നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ടോ? ഇല്ല. ഇവിടെ ഒപ്റ്റിക്കൽ ഐസോമറിസം ഇല്ല. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന ആൾക്കാർ ഇതാ ഈ കാണുന്ന 3 ആൾക്കാർ മാത്രമാണ്. ഓൺലി 3 ക്യാൻ ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന 3 പ്രൊഡക്റ്റുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദ പ്രൊഡക്റ്റ് 1 2 and 3. അപ്പോൾ ഇവിടെ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരേണ്ടത് 3 എന്നായിരിക്കും ആൻസർ വരേണ്ടത്. ഒരു കാര്യം ശ്രദ്ധിക്കണം,
ഇവിടെ എത്ര ആൾക്കാർക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. 3. ചോദ്യം ഹൗ മെനി ഒപ്റ്റിക്കലി ആക്റ്റീവ് പ്രൊഡക്ട്സ് ക്യാൻ ബി ഫോംഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 എന്ന് വരും. കാരണം ഇവിടെ ഡെക്സ്ട്രോ ലീവോ ഉണ്ടാവും, ഇവിടെയും ഡെക്സ്ട്രോ ലീവോ ഉണ്ടാവും, ഇവിടെയും ഡെക്സ്ട്രോ ലീവോ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. ചോദ്യത്തിൻ്റെ ലാംഗ്വേജ് ഇങ്ങനെയാണ്, ഹൗ മെനി ഓഫ് ദം ക്യാൻ ഷോ. അപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഐസോമേഴ്സ് കൗണ്ട് ചെയ്താൽ മതി. ആൻസർ ഓപ്ഷൻ അല്ലെങ്കിൽ ആൻസർ വാല്യൂ വിൽ ബി 3.